ഐ തിങ്ക് ആറാമത്തെ പരിപാടിയാണിത്, ആറാമത്തെ ദിവസം. ഇന്ന് ആൾ കുറവാണ് ഒബ്വിയസ്ലി, കാരണം കുറച്ച് പേര് ഇന്നലെ പോയി, കുടിയിരിക്കലിൻ്റെ കണ്ട് പോയി. അപ്പോൾ ഇന്ന് ആൾ കുറവുണ്ട്. പക്ഷേ നമ്മളൊരു സ്റ്റേജ് എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് ഒരു മൈക്ക് ഉണ്ട്, അപ്പോൾ മൈക്ക് പിടിക്കൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഒരു ക്യാമറ ഉണ്ട്, അപ്പോൾ പബ്ലിക് നമ്മളെ കാണുന്നുള്ളൊരു ഒരു ഒരു ഭീതി ഉണ്ടാവും, ഒരു വൈബ് ഉണ്ടാവും. അതേപോലെ 1, 2, 3, 4 ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ പരിപാടി പ്ലാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും പബ്ലിക് സ്പീക്കിംഗ് വളരെ പേടിയാണ്. ഒരു സദസ്സിനെ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ വിറക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസാണ് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ആൾക്ക് ഇത് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഇല്ല. അതിനുള്ള സംവിധാനം ഇല്ലാതിരിക്കാൻ കാരണം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ കേട്ടിരിക്കാനുള്ള സദസ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ സ്പീച്ച് അത്ര എൻഗേജിങ് ആവില്ല, അതിൽ കണ്ടൻറ്റ് ഉണ്ടാവില്ല, അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവില്ല, അത് എൻഗേജിങ്ങും ആയിരിക്കില്ല, കേട്ടിരിക്കാൻ ഇമ്പമുള്ളതാവില്ല. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ കേസല്ല, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക തീരെ അറിയാത്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ പോസും എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള കേട്ടിരിക്കാനുള്ള ഓഡിയൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഓഡിയൻസ് നമ്മൾ ഉണ്ടാക്കിയാൽ ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെല്ലാവർക്കും ആവശ്യമുള്ള സ്കില്ലാണ്. വേദികളുണ്ടാവും, വലിയ വലിയ വേദികളുണ്ടാവും. ആ വേദികളുണ്ടെങ്കിൽ തന്നെ അതിൽ പോയിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളില്ല. ഇപ്പോൾ ഒരു വലിയ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു 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 രാഷ്ട്രീയ പരിപാടിയാണ് വിചാരിച്ചോളൂ. അതിൽ കുറേ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ടാവും. ആ കുറേ നേതാക്കന്മാർ ഇരിക്കുന്നിടത്ത് നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചാൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് അവസരം കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഒരാൾക്ക് അവസരം കൊടുത്താൽ തന്നെ, അതേപോലെ എത്ര പേർക്ക് അവസരം കൊടുക്കാൻ കഴിയും? അതുപോലെ അപ്പോൾ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേദി ഇവിടെ ഉണ്ടാക്കിയാൽ, ഈ വേദിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ ഫംഗ്ഷൻ ആവുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർക്ക് പേടിയായിരിക്കും ഇവിടെ വന്ന് സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് വേണം. അതായത് വന്ന് നിൽക്കാനുള്ളൊരു ധൈര്യം വേണം. ഇവിടെയുള്ള ഓഡിയൻസിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ളൊരു ധൈര്യം വേണം. ഇപ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കി നിൽക്കാനുള്ള ഒരു ധൈര്യം വേണം. എന്നിട്ട് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള ധൈര്യം വേണം. നല്ലൊരു ആശയം വിനിമയം ചെയ്യാനുള്ള ധൈര്യം വേണം. അതേപോലെ നല്ലൊരു ഐഡിയ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ ഓഡിയൻസിനെ മുഴുവൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് വേണം. അങ്ങനെ കുറേ കഴിവുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ചെയ്താലേ നമുക്ക് പടിയുള്ളൂ. അതിനുള്ള അവസരം ഇല്ലാത്തത് ഭയങ്കര ഒരു ഗ്യാപ്പാണ് ഇവിടെ നമ്മളെ സൊസൈറ്റിയിൽ. ആ ഗ്യാപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ഫില്ലാക്കിയാൽ അത് പതുക്കെ ഫില്ലാവുള്ളൂ. ഒറ്റയടിക്ക് എനിക്കൊരു 1,00,000 റുപ്യ ചിലവാക്കിയിട്ട് ഒരു സ്റ്റേജ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസീവ് മൈക്ക വാങ്ങുക, അതൊന്നും നടക്കുന്ന കേസല്ല. അത് നടത്തിയാൽ തന്നെ എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ട് ആൾക്കാരെ കിട്ടും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സിംപ്ലി ഒരു ക്യാമറ ഓണാക്കിയൊക്കെ, ഓൾറെഡി മൈക്ക് ഉണ്ട്, ഏറ്റവും സ്കെയിൽ ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റേജ് നമുക്ക് ഉണ്ടാക്കുക. ആ സ്റ്റേജിൽ സംസാരിച്ച് പഠിക്കുക, അത് എല്ലാവർക്കും ഒരു അവസരമാക്കി എടുക്കുക. ആരും ജഡ്ജ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് നമ്മൾ ജഡ്ജ് ചെയ്യുക, കാരണം എല്ലാവരും പഠിക്കുന്നവരാണ്. മനസ്സിലായോ? പക്ഷേ നമ്മൾ ഇൻ കേസ് അവതരിപ്പിക്കുന്ന ആൾ നല്ലൊരു കണ്ടൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് നല്ല ഇൻഫർമേഷനുമായി. ഓഡിയൻസ് നല്ല ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ ഓഡിയൻസ് എൻഗേജിങ് ആയിട്ട് ഇരിക്കില്ല. ചിലപ്പോൾ ഒരു ബോറടിക്കും, ചിലപ്പോൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ച് പറ്റാൻ നോക്കുന്ന ഒരു പ്രാക്ടീസും കൂടിയാവും. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്, ഇപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് വിചാരിക്കുക. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർ നോക്കില്ല, കാരണം ഈ സംസാരം ബോറിംഗ് ആയിരിക്കും അവർക്ക്. അപ്പോൾ അവരെയും കൂടി അറ്റൻഷൻ പിടിച്ച് പറ്റാനുള്ള രീതിയിൽ എനിക്കിങ്ങനെ സംസാരിക്കാമെന്ന് ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഈ ഒരു ഓഡിയൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറടിക്കും. ഡെയിലി ഓഡിയൻസിനോട് മാത്രം സംസാരിക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ ബോറടിക്കുമ്പോൾ ഏതൊരു ബോറടിക്കണ സംഭവം നമുക്ക് നിർത്താനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. പിന്നെ മുന്നോട്ട് പോകില്ല. കാരണം ബോറടി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ആക്ടിവിറ്റിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ദിവസം 2-3 ഓഡിയൻസ് കൂടിയാൽ അത് കുറച്ചും കൂടി എൻഗേജിങ് ആവും, കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആവും. മനസ്സിലായോ? ഇപ്പോൾ 2 ദിവസം ഒരേ ഓഡിയൻസിനെ ഫേസ് സംസാരിക്കുമ്പോൾ നമ്മളെ പേടി പതുക്കണം മാറും. കാരണം ഓൾറെഡി കമ്പനി ഒരു ദിവസം സംസാരിച്ചു, രണ്ടാമത്തെ ദിവസം സംസാരിച്ചു. പിന്നെ ഓഡിയൻസ് കുറച്ചും കൂടി ബിൽഡാകുമ്പോൾ ചെറിയൊരു ഫിയർ നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ പുതിയ ഓഡിയൻസ് നമ്മളെ കേൾക്കുമോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുമോ എന്നുള്ള ഒരു ഫിയർ. ആ ഫിയറിൽ കുറച്ചും കൂടി എൻഗേജിങ് ആവും, കുറച്ചും കൂടി അവതരിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നാൽ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് വെറും ഓഡിയൻസ് ആയിട്ട് മാത്രം ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നണ വല്ല മെസ്സേജോ ഇവിടെയുള്ള ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ വല്ല മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ക്യാമറ വലിയ ഇതൊക്കെ ഓണാക്കിയിട്ട് മിണ്ടാതെ അല്ലെങ്കിൽ എല്ലാവരും നോക്കിയിട്ട് ഇവിടെ നിൽക്കുക.
അതിനുള്ള ധൈര്യമെങ്കിലും കാണിക്കുക ഫസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ആയിട്ട് ഇരിക്കുക അറ്റ്ലീസ്റ്റ്, ഏത് നമ്മളെ കംഫർട്ടബിൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ദിവസം വരും, ഇരിക്കുമ്പോൾ ബോറടിക്കും, ഓഡിയൻസ് ആയിട്ട് മാത്രം ഇരിക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്നോക്കാനുള്ളൊരു പൂതി വന്നു. ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യവും, ഒരു സ്റ്റേറ്റ് ചേഞ്ച് എല്ലാവരും ആവശ്യം ഉള്ളിൽ വേണമെന്ന് തോന്നും. അതായത് 2 ദിവസം ഒരേ ഭാഗത്ത് ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആവശ്യമായിട്ട് വരും. നമ്മുടെ ശരീരം തന്നെ, നമ്മളെ മൈൻഡും ശരീരമൊക്കെ അതിന് ആവശ്യപ്പെടും. അപ്പോൾ 2ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് നോക്കാം. 3ാമത്തെ ദിവസം എന്തെങ്കിലും പറഞ്ഞു നോക്കാം. നമുക്ക് അറിയണം, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലേ, ഇത്രയും കാലം ജീവിച്ച അറിവുകളില്ലേ, അല്ലെങ്കിൽ സ്വന്തത്തിനെ പറ്റിയെങ്കിലും അറിയില്ലേ, പേരറിയില്ല, നാടറിയില്ല, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് 3ാമത്തെ ദിവസം വല്ല ഇൻഫർമേഷൻ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് അതിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്താണ്, ഞാൻ ഏത് ജോലിയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. എന്ത് കാര്യങ്ങളും പറയാം. അങ്ങനെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആകുമ്പോൾ ഒരു സ്റ്റേജ് ഫിയർ മാറും. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് വരുന്നുള്ളൂ. എന്തെങ്കിലും Q&A ഉണ്ടോ, ക്വസ്റ്റ്യൻ ആൻസർ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ? എൻ്റെ 5 മിനിറ്റാണത്. കാരണം പുതുമുഖങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കലും എൻ്റെ ഒരു സ്പീച്ച് ഡെലിവറിയും കൂടിയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഓഫാക്കി. ഞാൻ അടുത്ത മഹമ്മൂദ്.